ബിസ്മില്ലാഹി റഹ്മാനി റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാബാദ്. വിജയം നമ്മുടെ ജന്മാവകാശമാണ്. പ്രതീക്ഷകളില്ല എങ്കിൽ ജീവിതമില്ല. ഒരർത്ഥത്തിൽ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാനുള്ള യാത്രയാണ് ജീവിതം. സ്കൂളിൽ പഠിക്കുമ്പോൾ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുകയെന്ന ലക്ഷ്യം, പിന്നീട് +2വിലെ വിജയം, അതുകഴിഞ്ഞാൽ ഉപരിപഠനത്തിലെ വിജയം, പിന്നീട് തൊഴിൽ എന്ന ലക്ഷ്യം, വിവാഹം, കുടുംബം, പ്രമോഷൻ, അങ്ങനെ പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നാം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ലക്ഷ്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടാറുണ്ടോ? ചിലർ ഒരുപാട് ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്നവരാണ്. ഒന്നു നടന്നില്ല എങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിലാണ് അവരുടേത്. ഒരു കാര്യത്തിലും മനസ്സുറക്കില്ല. ഇവർ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റു ചിലരുണ്ട്, ചില കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കും, അത് നടക്കാതെ പോയാൽ അതോടെ തീർന്നു, ആകെ നിരാശാഭരിതരായി ജീവിതം നശിപ്പിക്കും. മറ്റൊരു കൂട്ടരുണ്ട്, ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് സാക്ഷാത്കരിക്കാതെ വിശ്രമമില്ല. എത്ര പരാജയം സംഭവിച്ചാലും, എന്തെല്ലാം തിരിച്ചടികളുണ്ടായാലും അവർ മനസ്സിലുറപ്പിച്ച കാര്യം നേടാതെ വിശ്രമിക്കില്ല. ഒരാൾക്കും അവരെ പിന്തിരിപ്പിക്കാനും കഴിയില്ല. തികഞ്ഞ ശുഭാപ്തി വിശ്വാസികളാണവർ. ഏതിരുട്ടിലും ഒരു പ്രകാശനാളം പൊട്ടിവിടരുമെന്ന് അവർ വിശ്വസിക്കും. വിജയികളുടെ ചരിത്രം അവരെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. വിജയത്തിൻ്റെ സഹയാത്രികരാണവർ. പലരും ലക്ഷ്യങ്ങൾ പാതി വഴിക്കുപേക്ഷിച്ച് പിന്മാറാറുണ്ട്. സാഹചര്യങ്ങളെ ധീരമായി നേരിടാൻ ധൈര്യമില്ലാത്തവരാണവർ. ഇത്തരക്കാർക്ക് പ്രചോദനമാകേണ്ട പേരാണ് ന്യൂസിലാൻഡുകാരനായ മാർക്ക് ജോസഫ് ഇംഗിൾസിൻ്റേത്. പർവ്വതാരോഹണം ജീവിതചര്യ പോലെ സ്വീകരിച്ചിരുന്ന ഇംഗിൾസിന് ഉയരങ്ങൾ കീഴടക്കൽ എന്നും ആവേശമായിരുന്നു. സൈക്ലിങ്ങിലും അതീവ തൽപരനായിരുന്നു ഇംഗിൾസ്. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം മനസ്സിലുറപ്പിച്ച ആഗ്രഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കുക എന്നത്. അതിനുള്ള തയ്യാറെടുപ്പുമായി ആദ്യം ചെറിയ പർവ്വതങ്ങൾ ലക്ഷ്യമിട്ടു. 1982 ന്യൂസിലാൻഡിലെ ഉയരം കൂടിയ അരാക്കി മൗണ്ട് കൂർക്ക് പർവ്വതം കീഴടക്കാനുള്ള ശ്രമത്തിനിടയിൽ ദുർവിധി ഇംഗിൾസിനെ പ്രഹരിച്ചു വീഴ്ത്തി. അപ്രതീക്ഷിതമായുണ്ടായ ഹിമവാതത്തിൽപ്പെട്ട് ഇംഗിൾസും സഹയാത്രികനും അപകടത്തിലായി. കഠിനമായ മഞ്ഞുകാറ്റുമൂലം രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. അപ്പോഴും രക്ഷപ്പെടുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം കൈവിട്ടില്ല. 13 ദിവസത്തിന് ശേഷമാണ് ഇരുവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പോഴേക്കും മാർക്കിൻ്റെ കാലുകൾ പൂർണ്ണമായും മരവിച്ചു പോയിരുന്നു. ഒടുവിൽ മറ്റൊരു മാർഗവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും മുട്ടിനു താഴെ വെച്ചു മുറിച്ചു മാറ്റി. ഒരു പർവ്വതാരോഹകനെ സംബന്ധിച്ചിടത്തോളം കാലുകൾ നഷ്ടപ്പെട്ടാലുള്ള സ്ഥിതി ആലോചിച്ചു നോക്കൂ. അതോടെ സാധാരണഗതിയിൽ അയാളുടെ ശ്രമങ്ങൾ അവസാനിക്കും. പക്ഷേ മാർക്ക് ഇംഗിൾസ് വ്യത്യസ്തനായിരുന്നു. മുറിച്ചു മാറ്റപ്പെട്ട 2 കാലുകളിലും മുട്ടിനു താഴെ കൃത്രിമ കാലുകൾ വെച്ചു പിടിപ്പിച്ചു. നന്നായി നടക്കുവാൻ പോലുമാവാത്ത ആ നാളുകളിലും ഇംഗിൾസ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ലക്ഷ്യം എവറസ്റ്റാണ്. ഞാൻ അതിൽ നിന്നും പിന്മാറില്ല. എന്നെ പിന്മാറ്റാൻ ആർക്കും കഴിയില്ല. കൃത്രിമ കാലുകളുമായി അദ്ദേഹം സാവധാനം പൊരുത്തപ്പെട്ടു. വീണ്ടും പർവ്വതാരോഹണത്തിൻ്റെ പരിശീലനത്തിലേക്ക് നീങ്ങി. കഠിനമായ ബുദ്ധിമുട്ടുകളും വേദനകളും നേരിട്ടപ്പോഴും അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നു, എല്ലാം ഞാൻ സഹിക്കും. എനിക്ക് ലക്ഷ്യത്തിലെത്തിയേ മതിയാകൂ. എന്നെ പ്രഹരിച്ചു വീഴ്ത്തിയ മൗണ്ട് കുക്ക് കീഴടക്കാനുള്ള ശ്രമം അദ്ദേഹം വീണ്ടും തുടങ്ങി. മറ്റുള്ളവരുടെ വിലക്കുകൾക്ക് അദ്ദേഹം ചെവി കൊടുത്തതേയില്ല. ഒടുവിൽ 2002 ജനുവരി 7 ഇംഗിൾസ് കൃത്രിമ കാലുകളുമായി
മൗണ്ട് കുക്കിൻ്റെ നെറുകയിലെത്തുക തന്നെ ചെയ്തു. തൻ്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ മൗണ്ട് കുക്കിനെ കാൽ കീഴിലമർത്തിയപ്പോൾ ഇംഗിൾസിൻ്റെ ചുണ്ടിലുതിർന്ന പുഞ്ചിരിയിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന സന്ദേശത്തിൻ്റെ സ്ഫുരണമുണ്ടായിരുന്നു. 2004 26,000 അടി ഉയരമുള്ള ചോ ഓയു പർവ്വത നിരയിലും ഇംഗിൾസ് കീഴടക്കി. തീർന്നില്ല. ഇംഗിൾസിൻ്റെ ആത്യന്തിക ലക്ഷ്യം എവറസ്റ്റ് ആയിരുന്നു. പിന്നീട് അതിലേക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. 2006 മെയ് 15 അതും സാക്ഷാത്കരിച്ചു. 2 കൃത്രിമ കാലുകളുമായി എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തിയായി ഈ മാർക്ക് ഇംഗിൾസ്. കൃത്രിമ കാലുകളുമായി കൊടുമുടികളുടെ രാജാവായ എവറസ്റ്റിൻ്റെ നെറുകയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങൾക്ക് പ്രചോദനമായി മാറുകയായിരുന്നു ആ മനുഷ്യൻ. ഇംഗിൾസിനെ എവറസ്റ്റിൻ്റെ മുകളിലെത്തിച്ച ഘടകം ഏതാണ്? ചെറുപ്പത്തിലെ അദ്ദേഹം മനസ്സിലുറപ്പിച്ച ലക്ഷ്യം സാക്ഷാത്കരിച്ചേ അടങ്ങൂ എന്ന വാശി. ഒരു പ്രതിസന്ധിക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം, തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ വിസമ്മതിക്കുന്ന മനസ്സ്, സർവോപരി എനിക്കതിന് കഴിയും എന്ന ഉറച്ച വിശ്വാസം. ഈ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു സാഹചര്യത്തിനും കഴിയില്ല. ഒരു ലക്ഷ്യം ദൃഢമായി ഉറപ്പിച്ചു കഴിയുമ്പോൾ തന്നെ വിജയത്തിലേക്ക് പകുതി ദൂരം അടുത്തു കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അവസാനം മനസ്സിൽ കണ്ടുകൊണ്ട് ആരംഭിക്കണം. പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ഫുൾ മാർക്ക് വാങ്ങിയതായി തന്നെ തുടക്കം മുതലേ ഭാവനയിൽ കാണണം. ഈ ചിന്ത മനസ്സിൽ ആവർത്തിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരാത്മപ്രചോദനം ഉള്ളിൽ രൂപപ്പെടുകയും അത് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും. ആ യാത്രക്കിടയിലെ തടസ്സങ്ങൾ സ്വാഭാവികമാണെന്നറിയുക. അതിനെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുന്നവരാണ് ജേതാക്കളാകുന്നത്. അതിനു കഴിയാതെ പോകുന്നവർ പരാജിതരും. നാം ജനിച്ചത് പരാജയപ്പെടാനല്ല, വിജയിക്കുവാനാണ്. ഓർക്കുക, വിജയം ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. ഓർക്കുക, വിജയം ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. നന്ദി, നമസ്കാരം.